മനുഷ്യർക്ക് ജീവിക്കാൻ പണം വേണം, അപ്പൊ പിന്നെ ദൈവത്തിനും വേണ്ടേ? മനുഷ്യർ ലിക്വിഡ് ക്യാഷിൽ നിന്ന് QR കോഡിലേക്ക് മാറി. പിന്നെ ആരാധനാലയങ്ങളിൽ QR കോഡ് വെച്ചാൽ എന്താ തെറ്റ്? അല്ലേ? ഒരു തെറ്റുമില്ല, കാലഘട്ടത്തിന്റെ ആവശ്യമാണല്ലോ. കാരണം ഇപ്പോൾ ആളുകളുടെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല, ചിലപ്പോൾ എല്ലാവരുടെയും QR മറ്റേ ഫോണിലായിരിക്കും പൈസ എടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് സെൻഡ് ചെയ്ത ദൈവത്തിനങ്ങ് പൊക്കോളൂല്ലോ. പൈസ കിട്ടാതിരിക്കണ്ടല്ലോ അല്ലേ? അങ്ങനെയാണോ? അങ്ങനെയല്ല, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഇത് ആരും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ അനുഭവമല്ല. എനിക്ക് അതിൻ്റെ നിയമവശങ്ങളെ പറ്റി എനിക്ക് അറിയില്ലതാണ്. ഞാൻ വൈക്കം അമ്പലത്തിൽ ഒരു ദിവസം പോവാം, നമ്മുടെ മീഡിയയായിട്ട് ബന്ധപ്പെട്ട ഷൂട്ടിന് വേണ്ടി പോകുന്ന ഞാൻ അമ്പലത്തിൽ. അപ്പോൾ എനിക്ക് ചെന്നപ്പോൾ ഒന്ന് തൊഴാൻ വേണ്ടി തോന്നി. ഞാൻ അമ്പലത്തിൻ്റെ അകത്ത് കയറി. പൈസ ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ, 1 രൂപയില്ല, എല്ലാം വണ്ടിയുടെ അകത്തായിരുന്നു. അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഈ പൈസ കൊടുക്കണം എന്നുള്ള രീതി എനിക്ക് അറിയില്ല. അപ്പോൾ ഞാനവിടെ ചെന്ന് തൊഴുതിട്ട് ഇങ്ങനെ കറങ്ങി വരുന്ന സമയത്ത് ആ സൈഡിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്, പ്രസാദം ഇലയിൽ പ്രസാദം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നല്ല നീണ്ട ക്യൂ ആട്ടോ. ഞാൻ ആ ക്യൂവിൻ്റെ അവിടെ പോയി നിന്ന് നമ്മൾ അമ്പലത്തിൽ കയറുകയാണല്ലോ, ഭഗവാനെ കണ്ടാണല്ലോ, ഒന്ന് വാങ്ങിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിന്നു. അവിടെ ചെന്നപ്പോൾ എൻ്റെ തോന്നി പൈസ ഇടാൻ പറഞ്ഞു. അവിടെ പുള്ളി ഇരിക്കുന്ന ഒരു പാത്രമുണ്ട്, ആ പാത്രത്തിൽ പൈസ ഇടാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇടുന്നുണ്ട്, ഞാനും കണ്ടപ്പോൾ ഞാൻ ഉള്ളവർ ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ച്. അത് ദക്ഷിണയല്ലേ? എനിക്കറിയില്ല. സാധാരണ മറ്റേൻ്റെ അകത്ത് ശ്രീകോവിലിൻ്റെ അകത്ത് ദക്ഷിണ കൊടുക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സൈഡിൽ ഇരിക്കുന്ന ആൾക്ക് കൊടുക്കുന്ന കാര്യം എനിക്കറിയില്ല, അത് നിയമമാണോ അല്ലോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇല്ലാന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആക്ച്വലി എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇലയിൽ ഇത്തിരി ചന്ദ്രൻ കിട്ടിയിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. പക്ഷെ നമ്മൾ ഭഗവാനെ കണ്ടതുകൊണ്ട് നമ്മൾ സാധാരണ നോർമൽ ചെയ്യുന്നൊരു പരിപാടിയാണല്ലോ. പക്ഷെ എനിക്കത് ഇൻസൾട്ടായി പോയി. എൻ്റെ അപ്പുറത്ത് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇയാൾ ഉറക്കെ പറഞ്ഞു. ഞാനിങ്ങ് മാറി നിന്നിട്ട് ഞാൻ പറഞ്ഞു, ഇതാണ് ഭഗവാൻ നിങ്ങളുടെ അവസ്ഥ, ഇനി ബാക്കി എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ സങ്കടപ്പെട്ട അമ്പലത്തിനകത്ത് പുറത്തേക്ക് വന്നു. വൈക്കം അമ്പലത്തിൽ എനിക്കുണ്ടായ വ്യക്തിയിലോട്ടൊന്നും ആയിരിക്കില്ല ആ പൈസ പോകുന്നത്. പക്ഷെ ആ വ്യക്തി അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്ന് എനിക്ക് തോന്നി. അതിപ്പോ നിർബന്ധിച്ച് മേടിക്കേണ്ട ഒരു സാധനമല്ല. തരുള്ളൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ അമ്പലം എന്നല്ല, ഏത് അമ്പലത്തിലാണെന്നുണ്ടെങ്കിലും നമ്മൾ അവിടെ ഒഫീഷ്യലായിട്ട് ചെയ്യുന്ന പൂജകൾക്കൊക്കെയാണ് നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം ഓപ്ഷണലാണ്. ഇപ്പൊ ഒരു തിരുമേനിയുടെ ഒരു സംഭവം മേടിക്കുന്നത് ദക്ഷിണ കൊടുക്കാതിരിക്കാം. അപ്പൊ അതില് റോജിന്റെ അടുത്ത് നിഷേധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ശുദ്ധ പോക്രിത്തരാണ് ശരിക്കും പറഞ്ഞത്. പിന്നെ അതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. ആരാധനാലയങ്ങളുടെ നടത്തിപ്പിന് അവർക്ക് പൈസ ആവശ്യമാണ്, അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. റിസീപ്റ്റ് എഴുതുക, അങ്ങനെ പല പൂജകളായിട്ടൊക്കെ. ഇതിപ്പോ മറ്റേ നമ്മുടെ മമ്മൂട്ടിയുടെ സിനിമയില്, പുണ്യാളന്റെ സിനിമയിൽ പറഞ്ഞ പോലെ ഇത് മലയാളികൾക്ക് അവകാശപ്പെട്ടൊരു സംഭവമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും പുണ്യം പാക്കറ്റിലാക്കിയോ ഇലയിൽ പൊതിഞ്ഞോ കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്യൂ നിന്ന് പൈസ കൊടുത്ത് മേടിക്കാനായിട്ട് തയ്യാറായിട്ടുള്ള നമ്മുടെ ഒരു മാനസികാവസ്ഥയുടെ പ്രശ്നമാണ് അദ്ദേഹം പറഞ്ഞ ഈ അഹങ്കാരം. തീർച്ചയായിട്ടും എനിക്കൊന്ന് എല്ലാ അമ്പലങ്ങളിലും പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ചില അമ്പലങ്ങളിൽ, ഞാൻ ഒട്ടുമിക്ക അമ്പലങ്ങളിലൊക്കെ പോയി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അമ്പലങ്ങളിൽ പോകുന്നു. അപ്പോൾ ചില അമ്പലങ്ങളിൽ ഈ പ്രശ്നമില്ല. പക്ഷെ ചില അമ്പലങ്ങളിൽ വേറെ പ്രശ്നമുണ്ട്. നമ്മളിടുന്ന പൈസയുടെ നോട്ട് നോക്കിയിട്ടാണ് അടുത്ത സാധനം നമുക്ക് തരുള്ളൂ. ചിലപ്പോൾ അവിടെ ഇരിക്കുന്ന പഴമോ അല്ലെങ്കിൽ വെണ്ണയോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന പൈസയുടെ അളവ് വേണം അവർക്ക്. അതല്ലെങ്കിൽ നമ്മൾ മൈൻഡ് പോലും ചേരുന്നത് നമ്മളോട് നിന്ന് കഴിഞ്ഞാൽ അവരവിടെ നിൽക്കട്ടെ എന്ന് ആയിരിക്കുള്ളൂ. കാരണം ഇത് ഈ അമ്പലത്തിൽ ഇരിക്കുന്ന പൂജാരിമാരുണ്ടല്ലോ, ഇവർ സെലക്റ്റഡ് ആയിട്ട് കുറച്ച് സാധനം അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നി. അതായത് പൈസ ഉള്ളവന് കൊടുക്കാനുള്ള സാധനം, അല്ലാത്തവന് ഇങ്ങനെ ഒരു ഇലയും ഒരു ചന്ദനവും ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടാവും. നിങ്ങളൊരു 50 രൂപ 100 രൂപ ഇട്ട് നോക്ക്, അതിനകത്ത് ഏറ്റവും നല്ലത് നോക്കി എടുത്തു തരും. അല്ല, എന്തിനു പറഞ്ഞു വലിയ അമ്പലങ്ങളിൽ പോകുമ്പോൾ VIP ക്യൂസ് ഒക്കെ ഇല്ലേ? 500 രൂപ കൂടുതൽ കൊടുത്താൽ ഇത്രയും കഷ്ടപ്പെട്ട് ക്യൂവിലൊന്നും നിൽക്കണ്ട, നമ്മൾ നേരെ ചെന്ന് നമ്മൾ ശ്രീകോവിലേക്ക് കടത്തിവിടുന്ന ഏർപ്പാട് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അത് ഒരു സൗകര്യത്തിന്റെ ഭാഗമല്ലേ? അതിപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരുപാട് ക്യൂ നിൽക്കാൻ താല്പര്യമില്ല, അയാൾ 1000 രൂപ കൊടുത്ത് അപ്പുറത്തോടെ പോകുന്നത് അതൊരു സൗകര്യത്തിന്റെ ഭാഗമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ആലോചിക്കേണ്ടത്, ഈ ഭഗവാൻ എന്തിനാണ് പൈസയുടെ ആവശ്യം? നിങ്ങളുടെ ഇത് 10 രൂപയോ 100 രൂപ മേടിച്ച് അനുഗ്രഹം തരുന്നവനാണ് ഭഗവാൻ എന്നുണ്ടെങ്കിൽ ആ ഭഗവാൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതിപ്പോ പള്ളിയിലാണെങ്കിലും മോസ്കിലാണെങ്കിലും അമ്പലത്തിലാണെങ്കിലും നിങ്ങൾ തരുന്ന പൈസയുടെ കനം അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് അനുഗ്രഹം തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എങ്ങനെ സർവശക്തനാവുന്നത്? അത് ഭഗവാന് കൊടുക്കുന്ന പൈസ ഇല്ലല്ലോ, അത് പള്ളിയുടെ അമ്പലങ്ങളുടെ നമ്മുടെ സംസ്കാരം നിലനിൽക്കാനും ഒക്കെ വേണ്ടിയിട്ടല്ലേ ഈ ആരാധനാലയങ്ങൾ. അപ്പൊ പള്ളിക്കോ അമ്പലത്തിനോ കൊടുക്കുന്ന പൈസ അല്ലാന്ന് നമുക്കറിയാം അല്ലേ? അപ്പൊ പള്ളിക്കും അമ്പലത്തിനും കൊടുക്കുന്ന പൈസയാണ് ഭഗവാന് കൊടുക്കുന്ന പൈസയല്ല. ഭഗവാൻ ഒരു തുളസിക്കതിര് കൊണ്ടുവച്ചാൽ അത് മതി. അപ്പൊ ഭഗവാന് കൊടുക്കുന്ന പൈസ അല്ലാന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ട് കൂടി തന്നെയാണ് ഇങ്ങനെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി നമ്മള് സ്വർണ്ണമാലയും സ്വർണ്ണ കിരീടവും ഒക്കെ ഇങ്ങനെ കൊടുക്കുന്നത് അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു എന്താ പറയാ മാനസികമായ ദൗർബല്യത്തിന് ഈ ആരാധനാലയങ്ങൾ, അതിപ്പോ ഹിന്ദുവിന്റെ ആണെങ്കിലും മുസ്ലിമിന്റെ ആണെങ്കിലും ക്രിസ്ത്യൻസിന്റെ ആണെങ്കിലും ഇവിടെ ഈ നടത്തിപ്പുകാർ ശരിക്കും ചൂഷണം ചെയ്യുവാണ്. അത് അല്ലെങ്കിൽ അത്രേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മളിപ്പോൾ മറ്റേലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എവിടെയും കാണാൻ പറ്റുന്നത് പണമുണ്ടോ അല്ലെങ്കിൽ പൈസ ഉണ്ടോ. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ പള്ളികളാണെങ്കിലും എങ്ങനെയാണ്, ഒരു കുഞ്ഞ് ജനിച്ച മുതൽ ആ കുഞ്ഞ് മരണപ്പെടുന്നത് വരെ പള്ളികൾക്ക് നമ്മൾ പൈസ കൊടുക്കണം, പിരിവ് കൊടുക്കണം.
മനസ്സിലായി? ആ സെമിസ്റ്റേരിയിൽ ആ ഒരു ബോഡി കുഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. പക്ഷെ വേറെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ ചോദിക്കട്ടെ, ഞാൻ കണ്ടില്ല, എന്നിട്ടും തീർന്നില്ല. പിന്നെ കിടക്കുന്നു 7-40 ആണ്ട് പള്ളിയിൽ അച്ഛന് പ്രാർത്ഥന, ഇതിൻ്റെ അത് പാട്ട് കുർബാനയ്ക്ക് വേറെ പൈസ. ഇങ്ങനെ തുടങ്ങി ഏതെല്ലാം രീതിയിലാണോ ഈ മത അല്ലെങ്കിൽ ദൈവങ്ങളെ വെച്ച് പൈസ ഉണ്ടാക്കുന്നത്, ഏതെല്ലാം രീതിയിലാണോ അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ആ രീതിയിൽ മുഴുവനും അവിടെ വരുമാനം. പിന്നെ ഇതൊരു കാറ്റഗറി അല്ലേ, പൈസയുള്ള അംബാനിയും അദാനിയും ഒക്കെ വലിയ സ്വർണ്ണ കിരീടവും അതൊക്കെ ആയിരിക്കും ദൈവങ്ങൾക്ക് കൊണ്ടു കൊടുക്കുക. അതിനനുസരിച്ചിട്ടുള്ള അനുഗ്രഹം ചിലപ്പോൾ കിട്ടണ്ടാവുമായിരിക്കും. അവരുടെയൊക്കെ വളർച്ച കണ്ടില്ലേ? അല്ലല്ല, ഞാൻ വേറെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുകയാണ്. പല ആൾക്കാരും അമ്പലത്തിൽ പോയിട്ട് വളരെ ശക്തമായിട്ട് അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് ശക്തമായ വഴിപാടുകൾ കഴിക്കുന്നു. എന്താണ് പറയുന്നത്? ഞാൻ ധനികനായി മാറട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് വേറൊരു ആവശ്യമുണ്ട്, ആ ഒരു ആവശ്യം എൻ്റെ ബിസിനസ് വലുതാവട്ടെ, അല്ലെങ്കിൽ എനിക്ക് ജോലിയിൽ പ്രൊമോഷൻ കിട്ടട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വലിയൊരു സംഭവമാണ് ആവശ്യപ്പെടുന്നത് പുള്ളിയുടെ അടുത്തൊരു. അപ്പോൾ ഒരു 100 രൂപ സർവീസ് ചാർജ് മേടിക്കുന്നു, അല്ലെങ്കിൽ 500 രൂപ സർവീസ് ചാർജ് മേടിക്കുന്നു, അല്ലേ? നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ആ ഒരു വലിയ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കുന്നു. അപ്പോൾ ഇത് പറഞ്ഞാൽ ഭഗവാൻ ഇത് ആവശ്യമില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ആർക്കാ കൊടുക്കുന്നത്? ദൈവവിശ്വാസിയാണോ? ഞാൻ ദൈവവിശ്വാസിയാണ്, പക്ഷെ അന്ധവിശ്വാസിയല്ല. അന്ധവിശ്വാസിയല്ല. അനു ഞാൻ വിശ്വാസിയാണ്. എനിക്ക് എപ്പോഴും മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നെഗറ്റീവ് ആളുകളുടെ ഒപ്പം നടക്കുമ്പോൾ നമ്മളിലോട്ട് അബ്സോർവ് ചെയ്യുന്ന കുറേ നെഗറ്റീവ് എനർജീസ് ഉണ്ട്. ഇത് നമ്മളൊരു ഇപ്പം അമ്പലങ്ങളിലോ പള്ളികളോ പോകണമെന്നില്ല, നമുക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് നമ്മളോട് ഒപ്പം നിൽക്കുന്ന ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി ഇരുന്നാൽ പോലും നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. അത് നമ്മൾ ഓക്കെ. ഇതേ സാധനം തന്നെയാണ് അമ്പലങ്ങളിലെ ആരാധനാലയങ്ങളൊക്കെ വേണം, അത് അത്യാവശ്യമാണ്. കാരണം നമുക്ക് ഗ്രൂപ്പായിട്ട് ആൾക്കാർക്ക് ഒന്ന് അസംബിൾ ചെയ്യാനും സമാധാനമൊക്കെ ഇടുമ്പോൾ ഒന്ന് ഓടിക്കയറി ചെന്ന് ആൽമര ചോട്ടിലൊന്ന് ഇരിക്കാനും ഉത്സവങ്ങളിൽ പങ്കെടുക്കാനും ഇതൊക്കെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമല്ലേ. അതൊക്കെ നടത്തിക്കൊണ്ട് പോകാൻ ആരാധനാലയങ്ങൾക്ക് പൈസ വേണം. അതിപ്പോ നമ്മൾ തലയ്ക്കൊഴിഞ്ഞിനി QR സ്കാൻ തലയ്ക്കൊഴിഞ്ഞിടണമെങ്കിൽ അതും ആവാന്നുള്ളതാണ്. പൈസ വേണമല്ലോ. QR കോഡ് യൂസ് ചെയ്യുന്നത് ഇന്ന് വരുന്ന ടെക്നോളജിയുടെ ഭാഗമായിട്ടല്ലേ QR കോഡൊക്കെ യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ലേറ്റ് ആയി പോയി എന്നാണ് തോന്നുന്നത്. അപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ലോകത്തെ വരെ QR കോഡ് ശരിക്കും ഇന്നിപ്പോ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് എന്താണ്? നമ്മൾ വിർച്വൽ വേൾഡിലേക്ക് പോവാണ്, അല്ലെ? മെറ്റാവേഴ്സിലേക്ക് പോവാണ്. നാളെ ഒരു പക്ഷേ മെറ്റാവേഴ്സിൽ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നതിന് നമുക്ക് മെറ്റയിൽ കയറിയിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. അയോധ്യയിൽ പോകാം. നമുക്ക് മക്കയിൽ പോണതിന് പകരം എന്ത് ചെയ്യും? മെറ്റയിൽ കയറിയിട്ട് മക്കയിൽ പോകാനുള്ള അവസരം വരെയും കിട്ടും. അപ്പോൾ അവിടെയൊക്കെ QR കോഡിനും ക്രിപ്റ്റോ കറൻസി ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും വഴിപാടുകൾ നടത്തുന്നത്. അപ്പോൾ QR കോഡ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഈ ഓൺലൈൻ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, സൗകര്യാർത്ഥം, അവർക്ക് കൂടുതൽ പൈസ കളക്ട് ചെയ്യാനായിട്ടുള്ള സംഭവമാണ്. പക്ഷേ റോജിൻ പറഞ്ഞ കാര്യം അത് വളരെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നിനക്ക് അനുഗ്രഹം വേണമെങ്കിലോ അനുഗ്രഹത്തിന് സിമ്പിൾ വേണമെങ്കിലോ കാശ് വെക്കുക എന്ന് പറയുന്നത് അല്ല, അത് പിടിച്ചു പറയുന്നല്ലാതെ അതിനകത്ത് വേറെ. എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു ശരിക്കും. എനിക്ക് അങ്ങനെ ഫീൽ വരാറില്ല. പക്ഷേ ഇത് നമ്മൾ ഞാൻ ആരാന്ന് പോലും അറിയില്ല. നമ്മളൊരു മാധ്യമ പ്രവർത്തകനാണോ അല്ലെങ്കിൽ നമ്മളൊരു മീഡിയയുടെ ഭാഗമായിട്ട് വരുന്നത് പോലും അറിയാതെയാണ് ആ സംസാരിക്കുന്നത്. അപ്പോൾ എത്ര പേര് അവിടെ ഈ ഭഗവാനെ കാണാൻ പണമില്ലാതെ വന്നിട്ടുണ്ടോ? അവർക്ക് എല്ലാവർക്കും ഇതേ ഇൻസൾട്ടിങ് അവിടെ നേരിട്ടുണ്ടാവില്ലേ? അതും നമ്മളൊരു ആശ്വാസത്തിന് വേണ്ടി ചെല്ലുന്ന സ്ഥലത്തു നിന്ന് തന്നെ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നേരിടാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മോശമാണ്. അത് അവിടെ ചോദിക്കാനൊന്നും ആരും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു ഇതിനെപ്പറ്റിയൊന്നും. അതല്ല റോജിനി, ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുറേ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന കപടമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അന്ധമായിട്ട് ഇവരെയൊക്കെ വലിയ ആൾക്കാരായിട്ട് കാണുന്നത് കൊണ്ട് ആണ് ഇവർക്ക് ഇത്ര അഹങ്കാരങ്ങൾ ഇടയ്ക്ക് വരുന്നോണ്ടല്ലേ. ഇത് ശാന്തി ആയാലും ഇനി പള്ളിയിലച്ഛനായാലും അങ്ങനെയുള്ള കുറെ മീഡിയേറ്റേഴ്സ് നമ്മുടെയും ദൈവത്തിന്റെ ഇടയ്ക്ക് വരുന്നോണ്ടുള്ള ഒരു പ്രശ്നമാണ്. ഇവർക്ക് എന്തും ആവാന്നുള്ള ഒരു പൊസിഷൻ നമ്മൾ കൽപ്പിച്ചു കൊടുക്കുന്നത്. കാലഘട്ടം മാറി. അത് ഇവർ ഇനിയെങ്കിലും മനസ്സിലാക്കണം. അതിപ്പോൾ പള്ളിയിലച്ഛന്മാരാണെങ്കിലും അമ്പലങ്ങളിലെ ആളുകളാണെങ്കിലും ആരാണെങ്കിലും ആ കാലഘട്ടം മാറി. ഇത് കാലഘട്ടം ചേഞ്ചായി. ഇനി ഇവരുടെ ആവശ്യം ഉണ്ടോ എന്ന് തന്നെ ചിന്തിക്കുന്ന തലമുറ കടന്നു വരുന്നത്. ഇനി ഇവരുടെ ആവശ്യമില്ല എന്ന് പറയുന്ന ഇന്നത്തെ തലമുറയിലും അവിടെ നിന്ന് ഇറങ്ങുന്ന എന്തോ ഭദ്രാസനം എന്തോ സംഭവത്തില് പത്രത്തെ ആളുകള് അത് ജ്യൂസ് അടിച്ച് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസുഖം മാറുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഇപ്പോഴും. അത് വിശ്വാസം കൂടിക്കൂടി വരുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് അന്ധവിശ്വാസത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ആളുകൾ. ഞാൻ കാരണം പറ്റേ ഇപ്പൊ ഈ പത്രം അരച്ച് ജ്യൂസ് അടിച്ച് കുടിച്ച് അസുഖം മാറുന്നു പറഞ്ഞില്ലേ, റിയൽ ആണ്. നിങ്ങൾക്ക് മനസ്സിലാവാത്ത അല്ല, റിയൽ ആണെന്ന് അദ്ദേഹം പറയുന്നതിന്റെ കാര്യമുണ്ട്. അവിടെയാണ് എന്ത് റിയൽ ആണെന്ന് നിങ്ങൾ ചോദിക്കണം ആദ്യം. ആക്ച്വലി ഇത് സൈക്കോസോമാറ്റിക് അസുഖങ്ങളാണ്. അതായത് നമുക്ക് അമിതം ഇപ്പൊ നമ്മുടെ ബോഡിയിൽ നമ്മൾ വിചാരിക്കുക എനിക്ക് ശക്തമായ തലവേദന ഉണ്ട്, എന്റെ ശക്തമായ തലവേദന ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാനിങ്ങനെ കണ്ണടച്ചിരുന്ന മാറും എന്ന് നമ്മൾ സ്ട്രോങ് ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിന് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പെയിൻ അവിടെ മാറും. അപ്പോൾ നമുക്ക് എന്താ ശക്തമായ ഒരു വിശ്വാസം വേണം. ശക്തമായ ഒരു വിശ്വാസമാണ് ഇപ്പൊ ഈ പറഞ്ഞ പത്രം. ആ പത്രം അരച്ച് കളിച്ച് കുടിച്ചാൽ എൻ്റെ അസുഖം മാറും, ഉറപ്പാണ്. വിശ്വസിച്ചെന്ത് കാര്യം നടക്കാത്ത, ഇങ്ങനെ കഴിക്കുന്നു മാറുന്നു. ഈ സത്സംഗങ്ങളുടെയും
ഈ വഴിപാട് കിട്ടുന്ന പ്രസാദത്തിൻ്റെയും ഈ ധ്യാനങ്ങളുടെയും എല്ലാം അടിസ്ഥാനം റോജിൻ പറഞ്ഞതാണ്. ഏതാണ്? വിശ്വാസമാണ് എല്ലാവരെയും ക്യൂർ ചെയ്യുന്നത്. നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്താ തലവേദന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ പോയി കാണുന്നത് ന്യൂറോ സർജനൊക്കെ പോയി കാണുന്നത്. നിങ്ങൾ പോയിട്ട് UK പോയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു തലവേദന ഉണ്ടെന്ന് ഒരു ന്യൂറോ സർജനെ കാണാൻ, ഒരു സ്പെഷ്യലിസ്റ്റ്, ഒരു ജനറൽ ഫിസിഷ്യനെ പോലും കാണാൻ പറ്റില്ല. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണേ? നിങ്ങൾക്കൊരു ഫാമിലി ഡോക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളെ കൺസൾട്ട് ചെയ്യാം. അയാൾ കൺസൾട്ട് ചെയ്തിട്ട് അയാൾ എന്ത് ചെയ്യും? അയാൾക്ക് പറ്റാത്ത കേസാണെങ്കിൽ അയാൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് റെഫർ ചെയ്യുന്നത്. എന്തിനാ? ഡോക്ടറുടെ അടുത്തല്ല, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത്. എന്ന് വെച്ചാൽ 95% ഓഫ് ആൾക്കാരുടെ അസുഖങ്ങളും ഈസ് ഫ്രം ദ മൈൻഡ്. ആ മൈൻഡാണ് സൈക്കോസൊമാറ്റിക് ആണ്. അപ്പം അവിടെ ക്യൂർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ മാത്രമാണ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ അടുത്ത് പോകുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് തന്നെ ഈ വിശ്വാസവും അമിത വിശ്വാസവും ആ അറ്റ്മോസ്ഫിയറും എല്ലാം അസുഖങ്ങൾ മാറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ നാഗവല്ലിയുടെ സംഭവങ്ങൾ കണ്ടില്ലേ? അതിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് സാധനത്തിലേക്ക് മാറുന്നത്. അല്ല, യൂറോപ്യൻ കൺട്രീസിൽ മിക്കടുത്ത് പള്ളികളൊക്കെ അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുകയല്ലേ? അതായത് നമുക്കിപ്പോ സൗണ്ട് തെറാപ്പി എന്ന് സാധനമുണ്ട്. ശബ്ദം കൊടുത്ത് നമ്മുടെ അസുഖങ്ങൾ മാറ്റാം. ഇനി നമുക്ക് സ്മെല്ലിലൂടെ നമുക്ക് നമ്മുടെ സൈക്കോസൊമാറ്റിക് അസുഖങ്ങൾ മാത്രമേ മാറുള്ളൂ. അതായത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് അസുഖങ്ങളെ മാറുള്ളൂ. അതുകൊണ്ടാണല്ലോ എല്ലാ സ്ഥലങ്ങളും ഇത്തരത്തിലുള്ള ശബ്ദങ്ങളും സൗണ്ടുകളും ലൈറ്റുകളും ദീപാരാധനകളും മെഴുകുതിരി കത്തിക്കലും ദീപം കത്തിക്കലും എല്ലാം ചെയ്യുന്നത് എന്തിനാ? ഇത് ആക്ച്വലി നമ്മുടെ കണ്ണുകൾക്കും സ്കിന്നിനും നമ്മുടെ ചെവിയും എല്ലാം കിട്ടുന്ന ഒരു സാധനമുണ്ട് അതിൻ്റെ അകത്ത്. പക്ഷേ ഇപ്പോൾ പറഞ്ഞില്ലേ പത്രത്തിൻ്റെ കാര്യമൊക്കെ, ഇപ്പോൾ നമ്മുടെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പള്ളിയിലൊക്കെ ഇപ്പോൾ വിശ്വാസത്തിൻ്റെ പുറത്ത് ഒരുപാട് ജനങ്ങൾ ചെല്ലുന്നുണ്ട്. ആ ഏരിയ ഫുള്ള് ഭയങ്കരമായിട്ട് ഡെവലപ്ഡായി. ആ ഒരു ചർച്ച് അവിടെ വന്നതോടുകൂടി, ഈ പറഞ്ഞ ഒരു ചർച്ച്, അപ്പോൾ ആ ഏരിയ ഫുൾ ഡെവലപ്ഡായി. അവിടെ പുതിയ ഹോട്ടൽസ് വന്നു, കുറേ റെസ്റ്റോറൻറ്റ്സ് വന്നു, ഒരുപാട് പേർക്ക് ജോലിയായി. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ട് കാണണ്ടേ? പോസിറ്റീവായിട്ടൊക്കെ കാണാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ വളരെ വിശ്വാസിയായിട്ടുള്ളൊരു ഹിന്ദുവാണ്. അപ്പോൾ അതിൽ നമ്മുടെ ശബരിമലയിൽ പോയിട്ടുണ്ടോ? റോജിൻ പോയിട്ടുണ്ട്. ശബരിമലയിൽ പോകുന്നിടത്തോടെ അവിടെ നമ്മൾ ശാസ്താവിനെ കണ്ട് തൊഴുത് കഴിയാൻ നേരത്ത് അവിടെ എഴുതി വെച്ചിരിക്കുന്ന മെയിനായിട്ടൊരു മെസ്സേജ് തത്വമസി എന്നാണ്. അത് ഞാനാകുന്നു. അതായത് ഞാനും നീയും ഒന്നാണ്, ദൈവവും മനുഷ്യനും ഒന്നാണ് എന്ന് പറയുന്ന വലിയൊരു മെസ്സേജാണ് നമ്മുടെ അമ്പലത്തിൽ നിന്ന് തരുന്നത്. ഇത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? മാലയിട്ട കാലം മുതൽ ഞാൻ സ്വാമിയായി മാറുകയാണ് എന്ന് പറയുന്ന ഒരു ആചാരത്തിൻ്റെ ഭാഗമാണല്ലേ. അപ്പോൾ മാലയിടാൻ നിർത്തും സ്വാമിയായി മാറുകയാണ്. അതായത് ഞാനും ഭഗവാനും മാലയിട്ട കാലം മുതൽ ഒന്നാവുകയാണ്. 41 ദിവസവും ഞാൻ ഒന്നാവുകയാണ്. കല്ലും മലയും ഒക്കെ ചവിട്ടി മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും പറയുവാണ്, നീ 41 ദിവസവും നീ ഞാനായിരുന്നു, ഇവിടെ വന്നപ്പോഴും നീ തിരിച്ചറിയൂ ഞാനും നീയും ഒന്നാണെന്ന്. പക്ഷേ അതാണോ മനസ്സിലാക്കുന്നത്? നമ്മൾ വലിയൊരു മെസ്സേജാണ് തരുന്നത്. ആ മെസ്സേജ് മനസ്സിലാക്കാതെ എന്ത് ചെയ്യും? അടുത്ത പ്രാവശ്യം വീണ്ടും ഭഗവാനെ തേടി അവിടെ തന്നെ നമ്മൾ പോകും. എന്തായാലും ഞാനൊരു കാര്യം പറയാം. ഈ QR കോഡ് വെച്ച് പൈസ വാങ്ങിച്ചാലും ഇതിപ്പോൾ എങ്ങനെ സംഭാവന വാങ്ങിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. പണമില്ലാത്തവനും ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. ദൈവങ്ങളെക്കാളും വലിയവരല്ല പുരോഹിതന്മാർ. അത് അവർ ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ കൊള്ളാം. അല്ലാതെ മാത്രമല്ല, ഈ QR കോഡല്ലാത്ത ഓൺലൈനായിട്ടുള്ള മാർഗ്ഗങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഒരുപാട് പൊതുജനങ്ങൾക്ക് പ്രയോജനമുണ്ട്. നമുക്ക് പല പല പൂജകൾ ബുക്ക് ചെയ്യാനും കാണിക്കാൻ വരയ്ക്കാനും ഒക്കെ. ഇപ്പോൾ എനിക്ക് ഒരു ശീലം ഉണ്ടായിരുന്നു. അതായത് ചെറിയ ചെറിയ കാണിക്കകൾ ഭഗവാൻ വേണ്ടി അല്ലെങ്കിൽ ഭഗവതിക്ക് വേണ്ടി ഒരു കാണിക്കകൾ വയ്ക്കുക എന്നുള്ള സംഭവം. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ ആ കാണിക്ക അർപ്പിക്കാറാണ് പതിവ്. പക്ഷേ കോവിഡിൻ്റെ സമയമായപ്പോഴത്തേക്കും ഞാൻ ചർച്ച ചെയ്തപ്പോഴാണ് ഈ ഹുണ്ടി എന്ന് പറയുന്ന സംഭവം കണ്ടു. അതായത് ഭഗവാൻ RTGS ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ പ്രയോജനപ്രദമാണ്. അമ്പലങ്ങളുടെയും പള്ളികളുടെയും നിലനിർപ്പിനും മാർക്കറ്റിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മെറ്റാവേഴ്സ് വരാൻ നേരത്ത് ഇനി ക്രിപ്റ്റോ കറൻസിയിൽ ഭഗവാന് പൈസ കൊടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്കായിരിക്കും ചിലപ്പോൾ നമ്മൾ പോകുന്നത്. എന്തായാലും ഭഗവാന് പൈസ വേണമെന്ന് ചുരുക്കം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.